ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട സമയം ദൈവവചനവുമായി എബനേസർ ഹോസ്പിറ്റൽ മിനിസ്ട്രിയുടെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്നതായിരിക്കുന്ന ഈ മഹനീയമായ ശുശ്രൂഷയിൽ പങ്കെടുക്കുവാൻ, ദൈവവചനം ശുശ്രൂഷിപ്പാൻ ദൈവം തന്ന വിലയേറിയ അവസരത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകാല അനുഗ്രഹിക്കപ്പെട്ട ഈ ശുശ്രൂഷകൾ നേതൃത്വം നൽകുന്ന ബഹുമാനിക്കപ്പെട്ട ആദരണീയനായിരിക്കുന്ന എബ്രാം കുട്ടിച്ചാന് പ്രത്യേകാലുള്ള എൻ്റെ സ്നേഹ വന്ദനം ചൊല്ലുന്നു. ഈ പ്രവർത്തനത്തിലൂടെ ആയിരങ്ങൾ ദൈവത്തിൻ്റെ ആലോചനകൾ കേൾക്കുവാനും ദൈവിക അനുഗ്രഹങ്ങളെ പ്രാപിക്കുവാനും കർത്താവ് അവസരം നൽകുന്നല്ലോ. ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നു. ഇന്ന് രാത്രിയിൽ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത് യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 1 മുതലുള്ള ചില തിരുവെഴുത്തുകളാണ്. അതിൻ്റെ ശേഷം യഹൂദന്മാരുടെ ഒരു ഉത്സവമുണ്ടായിട്ട് യേശു യെരുശലേമിലേക്ക് പോയി. യെരുശലേമിൽ ആട്ടുവാതിൽക്കൽ ബെഥസ്ത എന്ന പേരുള്ള ഒരു കുളമുണ്ട്. അതിന് 5 മണ്ഡപം ഉണ്ട്. അവയിൽ വ്യാധിക്കാർ, കുരുടർ, മുടന്തർ, ക്ഷയരോഗികൾ ഇങ്ങനെ വലിയൊരു കൂട്ടം വെള്ളത്തിൻ്റെ ഇളക്കം കാത്തുകൊണ്ട് കിടന്നിരുന്നു. അതാത് സമയത്ത് ഒരു ദൂതൻ കുളത്തിൽ ഇറങ്ങി വെള്ളം കലക്കും. വെള്ളം കലങ്ങിയ ശേഷം ആദ്യം ഇറങ്ങുന്നവൻ ഏത് വ്യാധി പിടിച്ചവനായിരുന്നാലും അവന് സൗഖ്യം വരും. എന്നാൽ 38 ആണ്ട് രോഗം പിടിച്ച് കിടന്നൊരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു. അവൻ കിടക്കുന്നത് യേശു കണ്ടു. ഇങ്ങനെ ഏറിയ കാലമായിരിക്കുന്നു എന്നറിഞ്ഞ് നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന് അവനോട് ചോദിച്ചു. ഈ രാത്രിയിൽ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ചിന്തിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്ന വിഷയം യേശു സൗഖ്യദായകനാണ്. ആമേൻ. യേശു സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നവനാണ്. ഇവിടെ നാം വായിച്ചു കേട്ടല്ലോ, യഹൂദന്മാരുടെ ഒരു ഉത്സവമുണ്ടായിട്ട് യേശു യെരുശലേമിലേക്ക് പോയി. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം. യെരുശലേം ദേവാലയം യഹൂദന്മാരുടെ ഒരു ആരാധന കേന്ദ്രമാണ്. ആലയവും അതിലെ ഉപകരണങ്ങളെല്ലാം യേശു ക്രിസ്തുവിൻ്റെ മനോഹരമായ നിഴലുകളാണ്. ദൈവം നിവസിക്കുന്നത് യെരുശലേം ദേവാലയത്തിലായിരിക്കുന്നത് പോലെ തന്നെ ക്രിസ്തുവേശുവിലാണ് ദൈവം വെളിപ്പെട്ട് മനുഷ്യർക്ക് വീണ്ടെടുപ്പ് സാധിച്ചത്. അവിടെ ഉത്സവം ഗംഭീരമായി നടക്കുമ്പോൾ ദൈവപുത്രൻ തൻ്റെ സാദൃശ്യമായ ദൈവാലയത്തിലേക്ക് ആഗതനാകുന്നു. ഉത്തുംഗമായ ദൈവാലയത്തെക്കുറിച്ചോ ഉത്സവരംഗത്തെക്കുറിച്ചോ ഒന്നും വിവരിക്കാതെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു കൂട്ടം രോഗികളുടെ വിവരണമാണ് കൊടുക്കുന്നത്. അവിടെ 5 തരത്തിലുള്ള രോഗികളാണ് അവിടെ കിടക്കുന്നത്. അതിൽ വ്യാധിക്കാർ, കുരുടർ, മുടന്തർ, ക്ഷയരോഗികൾ, പക്ഷവാതക്കാർ, ഇങ്ങനെ 5 വിധ രോഗികൾ അവിടെ കിടക്കുകയാണ്. സ്തോത്രം. യേശുക്രിസ്തുവിനെ അപമാനിക്കുകയും തൻ്റെ നിഴലായ ദൈവാലയത്തിൽ പ്രശംസിക്കുകയും ചെയ്യുന്നവരായ യഹൂദന്മാരെ കുറിച്ച് ഒന്നും പ്രസ്താവിക്കുന്നില്ലെങ്കിൽ അത് അത്ഭുതപ്പെടാനില്ല. സ്തോത്രം. കർത്താവ് ഈ ഉത്സവത്തിന്, ആമേൻ, യഹൂദന്മാരുടെ ഒരു ഉത്സവം ഉണ്ടായിട്ട് യേശു കർത്താവ് ഈ ഉത്സവത്തിന് അവിടെ ചെല്ലുമ്പോൾ ഇതാ ബെഥസ്ത എന്ന എബ്രായ പേരുള്ളതായിരിക്കുന്ന ഒരു കുളം,
ആ കുളത്തിന്റെ കരയില് 5 കൂട്ടം ആൾക്കാരിങ്ങനെ കിടക്കുക. സ്തോത്രം. യേശു ക്രിസ്തു ജീവന്റെ ഉറവയാണ്. എന്റെ അടുക്കൽ വരുന്നവൻ വിശക്കയില്ല, എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും ദാഹിക്കയില്ല. ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വന്നു കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും. ശമരി സ്ത്രീ അവനിൽ നിന്ന് പാനം ചെയ്യുകയും അനേകരെ ആത്മസംതൃപ്തിയിലേക്ക് വഴി നടത്തുകയും ചെയ്തതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. യെശയ്യാ പ്രവചനം 55:1 അല്ലയോ ദാഹിക്കുന്ന ഏവരും ദ്രവ്യമില്ലാത്തവരുമായുള്ളവരെ വെള്ളത്തിന് വരുവിൻ. ഈ കുളം എന്ന് പറയുന്നത് ആട്ടുവാതുക്കലാണ്. ആട്ടുവാതുക്കൽ. സ്തോത്രം. ആട്ടുവാതിൽ എന്ന് പറയുന്നത് നമ്മൾ നെഹമ്യാവിന്റെ പുസ്തകം 3-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്. ആമേൻ. മഹാപുരോഹിതനായ ഏലിയാശീബ് ആമേൻ ആട്ടുവാതിൽ പണിതു. ആമേൻ. യെരൂശലേം ദേവാലയത്തിൽ നിരവധി വാതിലുകളുണ്ട്. ഏതാണ്ട് 12 വാതിലുകളാണ് യെരൂശലേം ദേവാലയത്തിനുള്ളത്. അതിൽ ആദ്യം മഹാപുരോഹിതനായ ഏലിയാശീബ് ആട്ടുവാതിൽ പണിതു എന്ന് എഴുതിയിരിക്കുന്നു. നെഹമ്യാവ് 3:1. എന്തുകൊണ്ടാണ് ഈ ആട്ടുവാതിൽ എന്ന് പേര് വരാൻ കാരണം? ദേവാലയത്തിൽ യാഗമർപ്പിക്കുവാൻ കൊണ്ടുപോകുന്ന ഈ യാഗമൃഗത്തെ ഈ വഴിയിലൂടെയാണ് ആമേൻ കൊണ്ടുപോകുന്നത്. ആമേൻ. സ്തോത്രം. യാഗം അർപ്പിക്കുവാൻ കൊണ്ടുപോകുന്നത് ഈ ആമേൻ വാതിലിലൂടെയാണ്. സ്തോത്രം. അതുകൊണ്ട് അതിനാട്ടുവാതിൽ എന്ന് പേരായി. ദൈവാലയം ക്രൈസ്തവ സഭയുടെയും ഒരു സാദൃശ്യമാണ്. എഫീസ് ലേഖനം 2-ാം അധ്യായം 20-21, 2 കൊരിന്ത്യർ 6:16, 1 തീമോഥെയോസ് 3:15 ഈ തിരുവെഴുത്തുകളെ നാം വായിച്ചു നോക്കിയാൽ യെരൂശലേം അല്ലെങ്കിൽ ഉള്ളായിരിക്കുന്ന ഈ ദേവാലയം നമ്മോട് സാദൃശ്യപ്പെടുത്തിയിരിക്കുക. യെരൂശലേം ദേവാലയത്തിലെ ഉത്സവം പോലെ അല്ലെങ്കിലും തൻ്റെ സഭയാകുന്ന ദൈവാലയത്തിലും ഉത്സവങ്ങളുണ്ട്. പക്ഷെ അവിടെ കർത്താവിൻ്റെ സാന്നിധ്യമോ സ്വാധീനതയോ തൽഫലമായിട്ടുണ്ടാകുന്ന സന്തോഷമോ ഇല്ല എന്നുള്ളതാണ് ഒരു ദുഃഖസത്യം. സഭയ്ക്കുള്ളിലും ആത്മീയ രോഗികളുടെ മുറവിളി ആമയാണ് മുഴങ്ങിക്കേൾക്കുന്നത്. സഭയിലെ നേതാക്കന്മാർക്ക് അതൊന്നും ശ്രവിക്കുവാൻ നേരമില്ല. അവർക്ക് ഉത്സവം നടക്കണമെന്നല്ലാതെ അതിൽ പുളിപ്പില്ലായ്മ ഉണ്ടാകണമെന്ന് നിർബന്ധവുമില്ല എന്നുള്ളതാണ് നിർഭാഗ്യകരമായ കാര്യം. അതിൽ നിന്നുള്ള വരുമാനം തങ്ങളുടെ കീശയിലാക്കുവാനുള്ള ബദ്ധപ്പാടിലെല്ലാം അവഗണിക്കുകയായിരുന്നു. ഇതാണ് പെരുന്നാളിൽ നടക്കുന്ന സംഭവം. അവിടെ ഈ ആട്ടുവാതിൽ അടുക്കല് ഒരു കുളമുള്ളത്. ആ കുളത്തിന്റെ പേര് ബെഥസ്ത എന്നാണ്. ആ ബെഥസ്ത എന്ന വാക്കിന്റെ അർത്ഥം കൃപയുടെ ഭവനം അല്ലെങ്കിൽ സ്തോത്രം കരുണയുടെ ഭവനം എന്നാണ്. ഇവിടെ പെരുന്നാളിന് വരുന്ന 100 കണക്കിന് യഹൂദന്മാർ തങ്ങളുടെ പെരുന്നാള് എങ്ങനെ മൂടി പിടിപ്പിക്കണം എന്ന് ആഗ്രഹിച്ച് അവരായിരിക്കുമ്പോൾ ഇതാ യേശു കർത്താവ് ആ പെരുന്നാളിന് ആലയത്തിലേക്കല്ല പോയത്, അതിന് തൊട്ടടുത്ത് കിടക്കുന്ന ഈ കുളക്കരയിലേക്കാണ് ചെല്ലുന്നത്. അവിടെ നിരാലംബരായിരിക്കുന്ന നിരവധി ആൾക്കാർ അവിടെ കിടക്കുകയാണ്. ആമേ. സ്തോത്രം. അവർക്കൊരു ലക്ഷ്യമുണ്ട്. സ്തോത്രം. അവരെന്താണെന്നറിയാമോ? അവര് ഈ വെള്ളം കലങ്ങും. വെള്ളം കലങ്ങുമ്പോൾ ആദ്യം ഇറങ്ങുന്നവർ രോഗസൗഖ്യം പ്രാപിക്കും. അതുകൊണ്ട് അനേകര് ഈ കുളക്കരയിലേക്ക് വന്ന് അവിടെ കിടക്കുകയാണ്. സ്തോത്രം. മാത്രമല്ല ഈ കുളക്കരയിൽ അതിന് 5 മണ്ഡപമുണ്ടെന്നാണ് പറയുന്നത്. ഈ 5 എന്ന് പറയുന്നത് കൃപയുടെ സംഖ്യയാണ്. വേദപുസ്തകം വായിക്കുമ്പോൾ 5 അപ്പം
5 കിരീടം, 5 കല്ലുകൾ, 5 കന്യകമാർ, ഇങ്ങനെ നിരവധി 5കൾ വേദപുസ്തകത്തിൽ കൃപയുടെ വിവരണമായി കാണുവാൻ നമുക്ക് കഴിയും. യേശു ക്രിസ്തു കൃപയുടെ മകുട ഉദാഹരണമാകുന്നു. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. നാം നിൽക്കുന്നത് ഈ കൃപയിലേക്ക്. നമുക്ക് അവൻ മുഖാന്തരം വിശ്വാസത്താൽ പ്രവേശനവും ലഭിച്ചിരിക്കുന്നു. അവന്റെ കൃപയാൽ ക്രിസ്തുയേശുവിങ്കലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായത്രേ നാം നീതീകരിക്കപ്പെട്ടിരിക്കുന്നത്. റോമാലേഖനം 3:25 നമ്മൾ വായിക്കുന്നു. എങ്കിലും കുളക്കരയിലെ രോഗികള് യേശു ക്രിസ്തുവിൻ്റെ സന്നിധാന മഹിമയെ അറിയാതെ സമാധാനത്തിനു വേണ്ടി അധ്വാനിക്കുകയാണ്. കർത്താവ് യെരുശലേമിലേക്ക് വന്നപ്പോൾ കണ്ടത് ഈ വിധമായ ദയനീയ സ്ഥിതിയായിരുന്നു. രോഗികൾക്ക് വേണ്ടി അധ്വാനിക്കുന്ന ഈ സമൂഹം പാപപരിഹാരത്തിന് വേണ്ടി കർമ്മനിരതരായിരിക്കുന്നവരുടെ സാദൃശ്യമായിരിക്കുന്നുണ്ട്. അവർക്ക് സൗഖ്യം ലഭിക്കുവാൻ യാതൊരു സാധ്യതയും ഇല്ലാതിരിക്കുന്നതാണ്. അതായത് സമയത്ത് വെള്ളം കലങ്ങുന്നത് നോക്കി നിൽക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യുന്നവർ ഒരുമിച്ച് ഇറങ്ങിയാൽ സൗഖ്യം ലഭിക്കില്ലല്ലോ. ഓരോരുത്തരായി ഇറങ്ങുമ്പോൾ ഉള്ള ക്ഷമയും അവർക്കുണ്ടാകുകയില്ല. രക്ഷയ്ക്ക് വേണ്ടി കീഴ്പോട്ട് നോക്കി അക്ഷയമായി നിൽക്കുന്ന വലിയൊരു പുരുഷാരം, അവരെല്ലാം രോഗികളാണ്. തൽഫലമായി അടുത്തു വന്നെത്തിയിരിക്കുന്ന യേശു ക്രിസ്തുവിനെ കാണുവാനും അവർക്ക് കഴിയുന്നില്ല. അവിടെ 38 വർഷമായി രോഗിയായി കിടക്കുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവൻ കിടക്കുന്നത് യേശു കണ്ടു. ഇങ്ങനെ ഏറിയ കാലമായിരിക്കുന്നു എന്നറിഞ്ഞു. യേശു ആ മനുഷ്യനോട് ചോദിച്ചു, നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന്. സ്തോത്രം. 38 വർഷത്തെ രോഗം അവന് സൗഖ്യം ലഭിക്കണമെന്നുള്ള പ്രതീക്ഷ നഷ്ടപ്പെടുത്തുവാൻ സാധ്യതയുണ്ട്. കൂടാതെ അത് അവൻ്റെ ഉപജീവന മാർഗവുമായി തീർന്നിരിക്കാം. ശ്രദ്ധിക്കണം, ഇങ്ങനെ ഒരിക്കലുമാണെങ്കിലും അവൻ്റെ നിസ്സഹായ അവസ്ഥയിൽ സൗഖ്യം ലഭിക്കണമെന്ന് തന്നെയായിരുന്നു അവൻ്റെ ആഗ്രഹം. അത് അവൻ്റെ മറുപടിയിൽ സ്പഷ്ടമായിരിക്കുന്നു. എനിക്ക് ആരുമില്ല. അവൻ പറഞ്ഞത്, യേശു ചോദിക്കുമ്പോൾ നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവൻ പറയുകയാണ്, എനിക്ക് ആരുമില്ല. ഈ മനുഷ്യനെ സംബന്ധിച്ച് നമ്മൾ പഠിക്കുന്ന സമയം ഇവന്റെ രോഗം 38 വർഷമായിട്ട് താൻ കിടക്കുകയാണ്. യേശു ക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷ തുടങ്ങുമ്പോൾ യേശു ക്രിസ്തുവിന് 30 വയസ്സാണ്. തൻ്റെ ആദ്യത്തെ ശുശ്രൂഷ എന്ന് പറയുന്നത് കാനാവിൽ കല്യാണ വീട്ടില് വെള്ളത്തെ വീഞ്ഞാക്കിയതാണ്. അതിനുശേഷം കർത്താവിൻ്റെ അടുത്ത അത്ഭുത പ്രവൃത്തികളാണ് നമ്മൾ ഇവിടെ വായിക്കുന്നത്. സ്തോത്രം. ഈ 5-ാം അധ്യായത്തില് സ്തോത്രം, ഈ യെരുശലേമിലുള്ള പെരുന്നാളിന് കർത്താവ് കടന്നു വരികയാണ്. ശ്രദ്ധിക്കണം, ഈ മനുഷ്യൻ 38 വർഷം, യേശു ക്രിസ്തുവിന്റെ ശുശ്രൂഷ തുടങ്ങുമ്പോൾ 30 വയസ്സ്. അതിന് 8 വർഷം മുമ്പ് തന്നെ, സ്തോത്രം, നോക്കണം, യേശു ജനിക്കുന്നതിന് 8 വർഷത്തിന് മുമ്പ് തന്നെ ഈ മനുഷ്യൻ ഈ രോഗം പിടിച്ചിരിക്കുക. ആ മനുഷ്യനെ ഈ കുളക്കരയിൽ കിടക്കുകയാണ്. സ്തോത്രം. ആരുമില്ലാത്തവനായി, നിസ്സഹായകനായി, അവനെ സഹായിപ്പാൻ ആരുമില്ല. അവൻ പറയുന്നത് ഇങ്ങനെയാണ്, ഞാൻ ആ വെള്ളം കലങ്ങുമ്പോൾ എന്നെ ആ വെള്ളത്തിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുപോകുവാൻ എനിക്ക് ആരുമില്ല. ഞാൻ ചെല്ലുമ്പോൾ എനിക്ക് മുമ്പേ ഒരുവൻ ഇറങ്ങി അവൻ സൗഖ്യമാകുന്നു. പ്രിയമുള്ളവരെ, എത്ര ഹല്ലേലൂയ, ഒരു പരാധീനമായിരിക്കുന്ന ഒരു വാക്കാണ് നമ്മൾ ശ്രദ്ധിക്കണം. അവനാരുമില്ലാത്ത അവസ്ഥ. അവൻ്റെ രോഗം അനേക വർഷങ്ങൾ അവൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. രണ്ടാമത്തെ കാര്യം, അവനാരുമില്ല, ആരുമില്ലാത്ത അവസ്ഥ. സ്തോത്രം. ഹല്ലേലൂയ. ഈ മനുഷ്യന്
38 വർഷമായിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. ആമേ, സ്തോത്രം. ഇത് അവന് സൗഖ്യമുണ്ടാകുവാനുള്ള മുഖാന്തരമായിട്ട് ഭവിച്ചു. നമുക്ക് ഈ വാക്ക് യഥാർത്ഥമായി പറയുവാൻ കഴിയുമെങ്കിൽ വിടുതൽ ലഭിക്കുവാൻ സാധ്യതയും ഉണ്ടാകുമായിരുന്നു. നിർഭാഗ്യവശാൽ ആരെങ്കിലും മാത്രമല്ല, ആമേൻ, എന്തെങ്കിലും നമ്മുടെ സഹായത്തിനുണ്ടാകുന്നത് ക്രിസ്തുവിൽ നിന്നുള്ള സൗഖ്യത്തിന് തടസ്സമായിരിക്കുക. യേശു അവനോട് എഴുന്നേറ്റ് നിന്റെ കിടക്കയെടുത്ത് നടക്ക എന്ന് പറഞ്ഞു. ഉടനെ ആ മനുഷ്യൻ സൗഖ്യമായി കിടക്കയെടുത്ത് നടന്നു. സ്തോത്രം. ഇവിടെ ശ്രദ്ധിക്കണം, ഹല്ലേലൂയ, ഇവന് ആമേൻ ദീർഘനാളുകളായിട്ട് 38 വർഷമായി ഒരു കിടക്കയിൽ തന്നെ കിടക്കുകയാണ്. ആമേൻ, സ്തോത്രം. അവന് സൗഖ്യം വരണമെന്ന് താല്പര്യമുണ്ട്. പക്ഷേ ഈ വെള്ളം കലങ്ങുമ്പോൾ ഈ വെള്ളത്തിലേക്ക് തന്നെ ഇറക്കുവാൻ ആരുമില്ലെന്നാണ് താൻ പറയുന്നത്. ആമേൻ, സ്തോത്രം. എന്നാൽ യേശു അവനോട് പറയുക, യേശുവിൻ്റെ കൽപ്പനയാണ്, നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ? സ്തോത്രം. കർത്താവിൻ്റെ ആ വാക്ക് അവൻ കേൾക്കുമ്പോൾ മറ്റ് യാതൊരു ഉപാധിയും സൗഖ്യം ലഭിക്കുന്നതിന് ഇല്ല. ഒരു പാപി രക്ഷിക്കപ്പെടുന്നതിന് ദൈവവചനം മാത്രമാണ് മാർഗമായിട്ടുള്ളത്. അതുമാത്രമല്ല, അവനെ ശക്തിപ്പെടുത്തുന്നതിനും അതേ വചനത്തിൻ്റെ സ്വാധീനതയാണ് സാധിക്കുന്നത്. അവന് സൗഖ്യം കൊടുത്ത വചനം അതോടുകൂടെ അവനെ എഴുന്നേൽപ്പിച്ച് നടത്തുന്നു. ഒരുവൻ രക്ഷിക്കപ്പെട്ട് കുറെ കഴിഞ്ഞ ശേഷം അല്ല നടപ്പ് ശരിയാകുന്നത്. ജീവൻ ലഭിക്കുന്നതോടുകൂടെ ജീവിതവും ശരിയാകുകയാണ്. 38 വർഷം അവൻ കിടന്ന കിടക്ക ഇപ്പോൾ അവൻ എടുത്ത് നടക്കത്തക്ക വീതിയിൽ അവന് ബലം ലഭിച്ചിരിക്കുക. ശ്രദ്ധിക്കണം, ഇത്രയും നാള് അവനെ കിടന്ന് ചുമന്ന് ഇപ്പോൾ ആ കിടക്കയെ അവൻ ചുമക്കുകയാണ്. ഇതുപോലെയാണ് നാം രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ, ആമേൻ, സ്തോത്രം, നമ്മെ കിടത്തിയവരെല്ലാം നമ്മുടെ നിയന്ത്രണത്തിൻ്റെ കീഴിലാകുകയാണ് ചെയ്യുന്നത്. അവൻ്റെ ആ പ്രവൃത്തി യഹൂദന്മാർക്ക് തീരെ രസിച്ചില്ലായിരുന്നു. കാരണം അന്നൊരു ശബത്തായിരുന്നു. നമുക്ക് പാപപരിഹാരം ലഭിക്കുന്നതിനും അതനുസരിച്ച് ജീവിക്കുന്നതിനും പലർക്കും രസാവഹമല്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. കിടക്ക എടുക്കുന്നത് വിഹിതമല്ലെന്ന് അവരോട് പരീശന്മാർ പറഞ്ഞപ്പോൾ ശരിയായ മറുപടി അവൻ കൊടുത്തത് ഇങ്ങനെയാണ്. നമ്മൾ തിരുവെഴുത്തിൽ വായിക്കുന്നു, നമുക്ക് അനുകരണീയമായ ഒരു കാര്യമായത്. അവൻ പറഞ്ഞത് ഇങ്ങനെയാണ്, എന്നെ സൗഖ്യമാക്കുവാൻ പറഞ്ഞു, കിടക്കയെടുത്ത് നടക്കുവാൻ. സ്തോത്രം. ഹല്ലേലൂയ. യേശു പറഞ്ഞ അതേ വാക്ക് അവൻ കേട്ട് അവൻ അംഗീകരിച്ചു കഴിഞ്ഞപ്പോൾ അവന് സൗഖ്യമുണ്ടായി. ഒരു കാര്യം നാം ശ്രദ്ധിക്കണം, നിങ്ങളിലുള്ള പ്രത്യാശയെക്കുറിച്ച് ന്യായം ചോദിക്കുന്ന ഏവനോടും സൗമ്യതയും ഭയഭക്തിയും പൂണ്ട് പ്രതിവാദം പറവാൻ എപ്പോഴും നമ്മൾ ഒരുങ്ങിയിരിക്കണം. 1 പത്രോസിന്റെ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യം. സൗഖ്യമായവൻ നേരെ പോയത് ദേവാലയത്തിലേക്കാണ്. സ്തോത്രം. അവിടെ വെച്ച് യേശു ക്രിസ്തു അവനെ കണ്ടു. നോക്കൂ, നിനക്ക് സൗഖ്യമായല്ലോ, അധികം തിന്മയായത് ഭവിക്കാതിരിക്കാൻ ഇനി പാപം ചെയ്യരുത് എന്ന് അവനോട് പറഞ്ഞു. പ്രിയമുള്ളവരെ, ഈ മനുഷ്യൻ്റെ ജീവിതവുമായിട്ട് നമ്മൾ പരിശോധിക്കുമ്പോൾ നോക്കണം, ഏറിയ നാള് രോഗിയായി കിടന്നൊരു മനുഷ്യനാണ്. ഹല്ലേലൂയ. തൻ്റെ ഈ രോഗ അവസ്ഥയിൽ തന്നെ സഹായിക്കുവാൻ ആരുമില്ലാത്ത, ആമേൻ, സ്തോത്രം, ആരും തന്നെ സഹായിക്കുവാനില്ലാത്ത ഒരവസ്ഥ. ഇന്ന് വചനം കേൾക്കുന്ന നിങ്ങളോട് ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കുന്നത്, ഒരു പക്ഷേ നിങ്ങളിലൊരാൾ ഇതുപോലെ ആയിരിക്കാം. ഏറിയ നാളുകൾ നിങ്ങൾ രോഗ അവസ്ഥയിലായിരിക്കാം, രോഗത്തിൻ്റെ പിടിയിലായിരിക്കാം. നിങ്ങൾ പല മാർഗങ്ങൾ അന്വേഷിച്ചതായിരിക്കാം. നിങ്ങൾക്ക് സൗഖ്യം ഇല്ലാത്ത അവസ്ഥയായിരിക്കാം. എന്നാൽ ഇന്ന് കർത്താവ് ചോദിക്കുകയാണ്, നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ? ഹല്ലേലൂയ. ആമേൻ. നമുക്ക് ആ മനുഷ്യന് ഒരു കാര്യം മാത്രം പറഞ്ഞാൽ മതി.
കർത്താവേ, എനിക്ക് മനസ്സുണ്ട് എന്ന് പറഞ്ഞാൽ മതി. പക്ഷെ അവൻ പറഞ്ഞ മറുപടി അതല്ല. ആമേൻ, സ്തോത്രം. എനിക്ക് ആരുമില്ല, ഞാൻ എഴുന്നേറ്റ് ചെല്ലുമ്പോൾ എനിക്ക് മുൻപായി ഒരുവൻ ഇറങ്ങി സൗഖ്യമാകുന്നു. പക്ഷെ ഒരു കാര്യം ഓർക്കണം, ഈ വെള്ളം കലങ്ങുമ്പോൾ ആദ്യം ഇറങ്ങുന്ന രോഗിയാണ് സൗഖ്യമാകുന്നത്. പക്ഷേ അങ്ങനെയാണ് വ്യവസ്ഥ. പക്ഷെ ഇവിടെ നാം വായിക്കുമ്പോൾ അവൻ വെള്ളത്തിൽ ഇറങ്ങാതെ തന്നെ സൗഖ്യമാക്കി. കണ്ടോ, ദൈവത്തിന്റെ പ്രവൃത്തി ഇതാണ്. ആമേൻ, സ്തോത്രം. പലരുടെയും സാക്ഷ്യം കേൾക്കുവാനിടയായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു വ്യക്തി എന്നോട് പറയുണ്ടായി, ആമേൻ, സ്തോത്രം, തനിക്കൊരു രോഗം ബാധിച്ചു. താന് ഡോക്ടറെ സമീപിച്ചു. ആ ഡോക്ടർ പറയുകയാണ്, ഇത് ഓപ്പറേഷനിലൂടെ മാത്രമേ സൗഖ്യമാകുകയുള്ളൂ. സ്തോത്രം. എന്നാൽ അദ്ദേഹം ഒരു തീരുമാനമെടുത്തു. ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. ദൈവസന്നിധിയിൽ മുഴങ്കാലിൽ നിന്ന് ദൈവത്തോട് നിലവിളിച്ചു. സ്തോത്രം. വീണ്ടും അദ്ദേഹം ആ ഡോക്ടറെ സമീപിച്ചപ്പോൾ, ആമേൻ, സ്തോത്രം, തന്നിൽ ഉണ്ടായിരുന്ന രോഗം, ആമേൻ, സ്തോത്രം, സൗഖ്യമായതായി, തനിക്ക് ഓപ്പറേഷനിൽ കൂടാതെ താൻ സൗഖ്യമായി എന്ന ഒരു സാക്ഷ്യം കേൾക്കുവാനിടയായി. പ്രിയമുള്ളവരെ, വെള്ളത്തിൽ ഇറങ്ങുന്നവർ മാത്രം സൗഖ്യമാകും എന്നാണ് വ്യവസ്ഥ. പക്ഷേ വെള്ളത്തിൽ ഇറങ്ങാതെ തന്നെ സൗഖ്യമായി ആ മനുഷ്യൻ, ആമേൻ, തൻ്റെ കിടക്കയെടുത്തുകൊണ്ട്. നമുക്ക് ചോദിക്കാം, ആ പരീക്ഷന്മാരും അത് തന്നെയല്ല പറയും, എന്തിനായി കിടക്കെടുത്തു നടക്കുന്നേ? ആമേൻ, സ്തോത്രം. അദ്ദേഹത്തിന് പറയാൻ ഒത്തിരി സാക്ഷ്യമുണ്ട്. കഴിഞ്ഞ 38 വർഷക്കാലം എന്നെ ചുമന്നതാണ് ഈ കിടക്ക. ആമേൻ, സ്തോത്രം. അത് എനിക്ക് ഇതിന്, ആമേൻ, ഒരു സാക്ഷ്യമാണ്. കർത്താവ് എന്നെ വിടുവിച്ചു എന്നുള്ളതിന് ഒരു സാക്ഷ്യമാണ് എന്ന് അദ്ദേഹത്തിന് പറയാൻ കഴിയും. കർത്താവ് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ചില അത്ഭുതങ്ങൾ ചെയ്യുമ്പോൾ, ഹല്ലേലൂയ, മറ്റുള്ളവർക്ക് അതൊരു സാക്ഷ്യമായി തീരണം. സ്തോത്രം. യേശു സൗഖ്യദായകനാണ്. ആമേൻ, സ്തോത്രം. നോക്കണേ, 38 വർഷമായിട്ട് ഈ മനുഷ്യൻ, ആമേൻ, സ്തോത്രം, പകുതി ജീവൻ നഷ്ടപ്പെട്ട്, ഹല്ലേലൂയ, നോക്കണം, ആരും സഹായമില്ലാതെ, ആരും ആശ്രയമില്ലാതെ, തനിക്കൊരു ആശ്വാസവാക്ക് പറയുവാൻ പോലും ആരുമില്ലാതെ താൻ നിസ്സഹായനായി കഴിയുമ്പോൾ ഇതാ തൻ്റെ അടുക്കലേക്ക് യേശു കടന്നു വരികയാണ്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഒരു പക്ഷെങ്കിൽ ഭവനത്തിൻ്റെ തലമുറകളെക്കുറിച്ച്, രോഗങ്ങളെക്കുറിച്ച്, കടബാധ്യതകളെക്കുറിച്ച്, സാമ്പത്തിക ബുദ്ധിമുട്ടുകളെക്കുറിച്ച് ഒരു പക്ഷെ നിരാശപ്പെടുന്ന അവസ്ഥയിലായിരിക്കാം ഇന്ന് രാത്രിയിൽ ഈ തിരുവചനം നീ കേൾക്കുന്നത്. ആരുമില്ല, സഹായിപ്പാൻ ആരുമില്ല, ആശ്വസിപ്പിക്കുവാൻ ആരുമില്ല, ഞാൻ എന്തു ചെയ്യണ്ടു എന്ന് വ്യാകുലപ്പെട്ടിരിക്കുന്ന നിന്റെ അടുക്കലേക്ക് എൻ്റെ യേശു കർത്താവ് ഇന്ന് രാത്രിയിൽ കടന്നു വരികയാണ്. ഹല്ലേലൂയ. എത്ര സ്നേഹത്തോടെ നിന്നെ രക്ഷിക്കുവാൻ, നിന്നെ സൗഖ്യമാക്കുവാൻ, നിന്നെ വിടുവിക്കുവാൻ യേശു കർത്താവ് ഇന്ന് നിന്റെ അടുക്കലേക്ക് കടന്നു വരികയാണ്. ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. സൗഖ്യത്തോടെ ആ മനുഷ്യൻ, ആമേൻ, ദേവാലയത്തിലേക്ക് പോയി. ഒരു കാര്യം കൂടെ ഓർക്കണം, സൗഖ്യമായി കഴിഞ്ഞാൽ ദൈവിക കൂട്ടായ്മ, ദൈവിക ആരാധന, ഇത് നമ്മൾ മറക്കാൻ പാടില്ല. ആ മനുഷ്യൻ ചെയ്ത എന്താണ്? അവൻ സൗഖ്യമായ ഉടനെ അവന്, സ്തോത്രം, ഹല്ലേലൂയ, അവൻ ദേവാലയത്തിലേക്കാണ് കടന്നു ചെന്നത്. ആമേൻ, സ്തോത്രം. ഇന്ന് പലരും, ആമേൻ, സ്തോത്രം, സൗഖ്യമായി കഴിഞ്ഞാൽ കർത്താവിന് നന്ദി പോലും പറയാതെ, ഹല്ലേലൂയ, തങ്ങൾ ബോധിച്ചതുപോലെ ജീവിക്കുകയാണ്. പക്ഷെ കർത്താവ് അവനോട് പറഞ്ഞത് എന്താണ്? അധികം തിന്മ ഭവിക്കാതിരിക്കേണ്ടതിന് ഇനി നീ, ആമേൻ, സ്തോത്രം, പാപം ചെയ്യരുത്. ഹല്ലേലൂയ. അധികം തിന്മ ഭവിപ്പാതിരിപ്പാൻ ഇനി നീ ആമേൻ, പാപം ചെയ്യരുത്. ഇന്ന് രാത്രിയിൽ അവിടെ ഇവിടങ്ങളായി എന്നെ ശ്രദ്ധിക്കുന്ന മാന്യ സ്നേഹിതരെ, കർത്താവ് എന്നെയും നിങ്ങളെയും സ്നേഹിക്കുന്നു. നിന്റെ അവസ്ഥ എൻ്റെ കർത്താവിനറിയാം. നിന്റെ വേദന എൻ്റെ കർത്താവിനറിയാം. നിന്നെ വിടുവിക്കുവാൻ, സൗഖ്യമാക്കുവാൻ കർത്താവ് ഇന്ന് നമ്മുടെ അടുക്കൽ കടന്നു വരികയാണ്. ആമേൻ, സ്തോത്രം. യേശുവിൻ്റെ ആമേൻ, സാമീപ്യം നമ്മൾ ഇന്ന് രാത്രി മനസ്സിലാക്കണം.
യേശു എന്നെയും നിങ്ങളെയും സ്നേഹിക്കുന്നത് കൊണ്ടാണ്. ഹല്ലേലൂയ. നോക്കണം, ആ പെരുന്നാളിൽ എല്ലാവരും പെരുന്നാളിൽ സന്തോഷിക്കുക. പക്ഷെ യേശു പെരുന്നാളിൽ സന്തോഷിക്കുകയല്ലായിരുന്നു. യേശു കർത്താവ് എന്താ ചെയ്തത്? ഹല്ലേലൂയ. ആ അമേശ്വർ കരുണയുടെ ഭവനത്തിൽ കരുണയ്ക്ക് വേണ്ടി കേഴുന്ന ജീവിതങ്ങളുടെ അടുക്കിലേക്കാണ് യേശു കടന്നു പോകുന്നത്. ഇന്ന് രാത്രിയിൽ നിന്റെ ഭവനത്തിലേക്ക് യേശു കടന്നു വരികയാ. കർത്താവ് നമ്മുടെ ഭവനത്തിലേക്ക് വരികയാ, നിന്റെ ജീവിതത്തിലേക്ക് വരികയാ. സമാധാനം നഷ്ടപ്പെട്ടിരിക്കുകയാണോ? ആമേൻ. സന്തോഷമില്ലാത്ത അവസ്ഥയാണോ? കടഭാരങ്ങളാൽ നിരാശപ്പെടുകയാണോ? കുടുംബജീവിതത്തിൽ തകർച്ചയിലാണോ? ഹല്ലേലൂയ. ആമേൻ. സ്തോത്ര. തലമുറകളെ കുറിച്ച് ആമേൻ വിലപിക്കുകയാണോ? മാതാപിതാക്കന്മാരെ നമ്മെക്കുറിച്ച് കർത്താവ് അറിയുന്നു, എല്ലാം അറിയുന്നവനാ. യേശു നിങ്ങളെ വിടുവിക്കുന്നു. യേശു നിങ്ങളെ സഹായിപ്പാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ആ പെരുന്നാളിന് യേശു കടന്നു വന്നതുപോലെ ഇന്ന് നിന്റെ ഭവനത്തിലേക്ക്, നിന്റെ അടുക്കലേക്ക്, നിന്റെ അടുക്കൽ നിൽപ്പുണ്ട് കർത്താവ്. ഹല്ലേലൂയ. നിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തരുവാൻ. ഹല്ലേലൂയ. ആവർത്തന പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യത്തിൽ വായിക്കുന്നത് പോലെ, നിങ്ങൾക്കധികം പ്രയാസമുള്ള കാര്യം എൻ്റെ അടുക്കൽ കൊണ്ടുവരിക, ഞാനത് തീർക്കും. ആമേൻ. സ്തോത്രം. അതെ, നമുക്കധികം പ്രയാസമുള്ള കാര്യം നമ്മൾ മറ്റു മനുഷ്യരിലേക്കല്ല നമ്മൾ കൊണ്ടുപോകുന്നത്, മനുഷ്യരോടല്ല നാം പറയേണ്ടത്. ഹല്ലേലൂയ. യേശുവിൻ്റെ അടുക്കലേക്ക് കൊണ്ടുവരിക, ഞാനത് തീർക്കും. എങ്ങനെയാ തീർക്കുന്നത്? ആമേൻ. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. ഹല്ലേലൂയ. എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടുകളൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിന് ഒത്തവണ്ണം പൂർണ്ണമായി തീർത്തു തരും. അതെ, നമ്മുടെ കർത്താവ് പൂർണ്ണമായി തീർത്തു തരുന്നവനാണ്. പൂർണ്ണമായി തീർത്തു തരുവാൻ കർത്താവിന് കഴിയും. ആമേൻ. സ്തോത്രം. അതുപോലെ 55-ാം സങ്കീർത്തനം 22-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. നീതിമാൻ കുലുങ്ങി പോകുവാൻ അവൻ ഒരു നാളും സമ്മതിക്കത്തില്ല. ആമേൻ. സ്തോത്രം. അതെ, നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക. നമ്മുടെ മലയാള ബൈബിളിനേക്കാളും ഒന്നുകൂടെ അർത്ഥമായിട്ട് തമിഴ് ബൈബിളിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. ഉൻ ഭാരത്തെ കർത്തരിടത്തിൽ വൈത്ത് വിട്. ആമേൻ. വൈത്ത് വിട്, വെച്ചിട്ട് വിട്ടേക്കണമെന്നാ ആ വാക്കിൻ്റെ അർത്ഥം. നമ്മൾ നമ്മുടെ ഭാരങ്ങളുമായി കർത്താവിൻ്റെ അടുക്കലേക്ക് ചെന്നിട്ട് നമ്മൾ വെച്ചിട്ട്, ആമേൻ, പ്രാർത്ഥന കഴിഞ്ഞ ആശീർവാദം പറയുമ്പോൾ അതെടുത്തുകൊണ്ട് പിന്നെ നമ്മൾ പോവുക. അടുത്ത ദിവസം അതേ വിഷയം തന്നെയാണ് കൊണ്ടുവരുന്നത്. പക്ഷേ തമിഴിൽ ആ വാക്യം ഇങ്ങനെയാണ്, ഉൻ ഭാരത്തെ കർത്തരിടത്തിൽ വൈത്ത് വിട്. ആമേൻ. വെച്ചിട്ട് വിട്ടേക്കണം. ആമേൻ. സ്തോത്രം. അവൻ പൂർണ്ണമായി തീർത്തു തരുവാൻ ദൈവം ശക്തനാണ്. അധികം പ്രയാസമുള്ള കാര്യം അവൻ്റെ അടുക്കൽ കൊണ്ടുവരണം. ഹല്ലേലൂയ. ആമേൻ. നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളണം. 1 പത്രോസിന്റെ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. അവൻ നിങ്ങൾക്കായി കരുതുന്നവനാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളണം. സ്തോത്രം. കണ്ടോ, എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു തിരുവചനമാണ് ഇന്ന് രാത്രി ദൈവം നമ്മോട് സംസാരിക്കുന്നത്. ഈ വചനം കേൾക്കുന്ന പ്രിയമുള്ളവരെ, കർത്താവ് നമ്മെ സ്നേഹിക്കുന്നു. നമ്മുടെ അവസ്ഥയെ അറിഞ്ഞ് നമ്മുടെ അടുക്കൽ വന്ന് നമ്മളെ വിടുവിക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. എത്ര പേർക്ക് ഈ വിടുതൽ ആവശ്യമാണ്? ഇന്ന് രാത്രി നമുക്കൊരു കാര്യം പറയാം. കർത്താവേ, എന്നെ നീ സഹായിക്കണം. ഞാൻ നിന്റെ മകനായിട്ട്, ഹല്ലേലൂയ, നിന്റെ മകളായി ജീവിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇങ്ങനെ പറയുവാൻ കഴിയുമെങ്കിൽ ഇന്ന് നിന്നെ വിടുവിക്കും. നീ ഏത് രോഗാവസ്ഥയിലായിരുന്നാലും ഏത് ഭാരങ്ങളിലായിരുന്നാലും കർത്താവ് വിടുവിക്കും. ഹല്ലേലൂയ. അവൻ്റെ കരങ്ങളിൽ നമുക്ക് സമർപ്പിച്ചു കൊടുക്കാം. ദൈവം നമ്മളെ ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കുമാറാകട്ടെ. യേശു ക്രിസ്തു സൗഖ്യമാക്കുന്ന ദൈവമാണ്. സ്തോത്രം. അവൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. ഈ വചനങ്ങൾ നിങ്ങൾക്ക് അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ നിർത്തുന്നു. ദൈവം നമ്മെ ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.